ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊന്നിൻ വിഷു അത്രയും ആകാംക്ഷപൂർവ്വം ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ മലയാളികൾ. വിഷുവിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും എത്ര ആകാംക്ഷയോടെയും സന്തോഷത്തോടെയുമാണ് നമ്മൾ കേൾക്കുന്നത്. നിറസമൃദ്ധിയോടെ കണിയൊരുക്കാൻ നമ്മൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ വർഷങ്ങളായിട്ട് വിഷു ആഘോഷിക്കുന്ന ആളുകളാണ്. എങ്കിലും ഓരോ വർഷവും വിഷുവിനെ കുറിച്ചുള്ള ഓരോ വാർത്തകളും വിശേഷങ്ങളും വളരെ ഉത്സാഹത്തോടെയാണ് നമ്മൾ കേൾക്കുന്നത്. കണി ഒരുക്കുന്നതും കണി കാണുന്നതുമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ അതീവ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. എന്നാൽ ഈ കണി കണ്ട ശേഷം നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലെന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ, അതായത് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ നമ്മൾ ഈ വിഷു കണി കണ്ടതിന്റെ ഫലം കൂടി ഇല്ലാതാവുന്നതാണ്. വളരെ അനർത്ഥങ്ങളാവും നമ്മളെ പിന്നീട് കാത്തിരിക്കുന്നത്. ഇങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനാണ് ഈ വീഡിയോ. പ്രത്യേകിച്ച് അമ്മമാര് ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തണം. നമ്മുടെ മുൻപോട്ടുള്ള ഒരു വർഷത്തെ ഫലം എന്ന് പറയുന്നതിൽ ഈ വിഷു കണിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വിഷുവിന്റെ തലേ ദിവസം, അതായത് ഏപ്രിൽ 13 ഞായറാഴ്ചയാണ് നമുക്ക് വിഷു ആഘോഷത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. വിഷുവിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അടുപ്പിച്ചു വെക്കുന്ന ഒരു ദിവസം കൂടിയാണിത്. വിഷു കണി ഒരുക്കുന്നതിനെ കുറിച്ച് വിശദമായി നമ്മൾ വീഡിയോ ഇതിനു മുൻപ് ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ പല വീഡിയോസ് ഇതിനോടകം കണ്ടിട്ടുണ്ടാവും. വിഷു നമ്മൾ അതിരാവിലെ കണി കണ്ട ശേഷം ഈ കണി ഒരുക്കിയത് അവിടെ നിന്ന് മാറ്റുന്നത് എപ്പോഴാണ് എന്നാണ്. ഇതാണ് പ്രധാനമായും ഒരു ചോദ്യം. വിഷു ദിവസം നമ്മൾ അതിരാവിലെ കണി കണ്ട ശേഷം ഈ കണി ഒരുക്കിയത് അവിടെ നിന്ന് മാറ്റുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം, ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അടുത്ത ഒരു വർഷത്തെ നമ്മുടെ എല്ലാവിധ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും താക്കോൽ ഈ വിഷു കണിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലുമുണ്ട്. അത് വിഷുവിന്റെ തലേ ദിവസം മുതൽ കണി ഒരുക്കുന്നതും വിഷു ദിവസം കണി കാണുന്ന സമയവും കണിയിലെ നിമിത്തങ്ങളും കൈനീട്ടവും വിഷുഫലവും, ഇനി ഇതിനെല്ലാം ശേഷം മനോഹരമായി നമ്മൾ കണി ഒരുക്കിയ പൊന്നിൻ കണി നമ്മൾ എപ്പോഴാണ് അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റുന്നത് എന്നതുമൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയത്തിന് മുൻപ് 4:07 ശേഷം 4:41 കുംഭം രാശി കണി കാണുവാൻ ഏറ്റവും ശുഭകരമായ ഒരു സമയമാണ്. ഈ സമയം ഭഗവാൻ വിഷ്ണു ലക്ഷ്മി സമേതനായി ഭൂമിയിൽ സന്നിഹിതനായിരിക്കും. ഭഗവാന്റെയും ദേവിയുടെയും നിറഞ്ഞ സാന്നിധ്യം നമ്മൾ കണി ഒരുക്കുന്ന സ്ഥലത്തും ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു സമയം കണി കാണുവാൻ ഏറ്റവും ഐശ്വര്യപൂർണമായ ഒരു സമയമാണ്. അതുപോലെ തന്നെ അന്നേ ദിവസം ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് 4:42 5:30 ഇടയ്ക്കാണ്. ഈ സമയവുമൊക്കെ കണി കാണുന്നതിന് വളരെ ഐശ്വര്യകരമായ ഒരു സമയമാണ്. അതിനുള്ളിൽ ഉറപ്പായും വീട്ടിലെ എല്ലാവരെയും കണി കാണിച്ചിരിക്കാൻ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കണേട്ടോ. പിന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ്, വിഷു ദിവസം അതിരാവിലെ കുളിച്ചിട്ട് വേണോ കണി കാണാനായിട്ട്? പ്രത്യേകിച്ച് കണി ഒരുക്കുന്ന അമ്മമാർക്കാണ് ഈ ഒരു സംശയം കൂടുതലായിട്ടുള്ളത്. അവർക്ക് രാവിലെ ഒന്ന് കുളിക്കാതെ, ഒന്ന് ശുദ്ധി വരുത്താതെ എങ്ങനെയാ നിലവിളക്ക് ചെന്ന് കൊളുത്തുക എന്നൊക്കെയുള്ളൊരു സംശയവുമാകും. അതിന്റെ ഒന്നും കാര്യമില്ല. തലേദിവസം കുളിച്ച് ശുദ്ധിയായിട്ട് കണിയൊക്കെ ഒരുക്കിയിട്ട് നേരെ പോയി കിടന്ന അമ്മമാർക്ക് വേറെ അശുദ്ധിയൊന്നുമില്ല. അതുകൊണ്ട് നേരെ ചെന്ന് കണിവിളക്ക് കൊളുത്താവുന്നതാണ്. ഒരിക്കലും അന്ന് രാവിലെ കുളിക്കേണ്ടതായിട്ടില്ല. അല്ലാതെ നേരെ കണിവിളക്ക് അമ്മയ്ക്ക് കത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലെ മറ്റെല്ലാവർക്കും കണി കാണാവുന്നതാണ്. കാരണം നമ്മൾ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നതിനെയാണല്ലോ കണി എന്ന് പറയുന്നത്. അന്നേ ദിവസം നമ്മുടെ സാക്ഷാൽ ഉണ്ണിക്കണ്ണന്റെ തിരുമുഖം തന്നെയാവണം നമ്മൾ കണി കാണേണ്ടത്. അല്ലാതെ വേറെ ആരെയാണ് അന്നേ ദിവസം നമുക്ക് കണി കാണാൻ പറ്റുക, അല്ലേ? വരും വർഷം സർവ്വവിധ ഐശ്വര്യവും നിറഞ്ഞൊരു വർഷമായി തീരാന് മനസ്സ് നിറഞ്ഞ ഭഗവാനോട് പ്രാർത്ഥിക്കാം. കൈനിറയെ വിഷു കൈനീട്ടവും മനസ്സ് നിറയെ അനുഗ്രഹങ്ങളും കുഞ്ഞുങ്ങൾക്ക് വാരിക്കോരി അമ്മമാർക്ക് നൽകാം. വിഷുവിന്റെ പിന്നിലെ ഐതിഹ്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. കണിയിലെ ഓരോ വസ്തുവും പേരെടുത്ത് പറഞ്ഞ് ഓരോന്നും മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി കാണാൻ പറഞ്ഞു കൊടുക്കാം. സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിനായി കണി വെച്ചിരിക്കുന്ന ഗ്രന്ഥത്തിൽ തൊട്ട് വണങ്ങാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഇനി കണി കണ്ട ശേഷം ചിലരുണ്ട് വന്ന സ്പീഡിൽ തന്നെ തിരിച്ച് ഓടിപ്പോയി കിടക്കും. അതായത് വെളുപ്പിനെ എഴുന്നേറ്റതാണല്ലോ. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. സർവ്വദോഷമാണ് ഫലം. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വരും വർഷത്തെ മുഴുവൻ ഐശ്വര്യത്തിന്റെയും ഒരാരംഭമാണ് ഈ വിഷു ദിവസം കണി കണ്ട് വിഷു കൈനീട്ടം വാങ്ങി നിൽക്കുന്ന ആ ഒരു പുണ്യ മുഹൂർത്തം എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, പവിത്രതയുണ്ട്. ആ ഒരു സമയം സാക്ഷാൽ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായി നമ്മുടെ ഐശ്വര്യത്തിന്റെ കണി കാണാൻ, അത് കണ്ണിറയെ കണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ നമ്മുടെ പൂജാമുറിയിൽ സന്നിഹിതനായിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ അമ്മയുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങിയിട്ട് ഓടിപ്പോയി കിടക്കാൻ നിന്നാൽ എങ്ങനെയാവും ഭഗവാൻ വിചാരിക്കുക? മോശല്ലേ? അവിടെ ഇരുന്ന് കുറച്ചു നേരം ഭഗവത് നാമങ്ങൾ ചൊല്ലുക. അതുമല്ലെങ്കിൽ കുറച്ചു നേരം കൂടി അവിടെ ഒന്ന് ചിലവഴിക്കുക. മനസ്സിൽ ഈശ്വര നാമവും ആ രൂപവും ഒക്കെ നിറയട്ടെ. സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ഐശ്വര്യത്തിന്റെ ഒരു വർഷത്തിനായി ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന
അല്ലെങ്കിൽ വല്ലാതെ മനസ്സിന് വിഷമം തരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാനോട് മനസ്സ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഈ സമയം ചിലവഴിക്കാവുന്നതാണ്. ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന വേഗം കൈക്കൊള്ളുന്ന ശുഭമുഹൂർത്തമാണിത്. അന്ന്, അതായത് വിഷു ദിവസം രാവിലെ 3:21 സംക്രമം. വളരെ ശുഭകരമായ മുഹൂർത്തമാണ് ഇത്. വിഷുക്കണി ദർശനത്തിനും വളരെ ശുഭകരമാണ്. അതുപോലെ 4:42 മുതൽ 5:30 വരെ ബ്രാഹ്മമുഹൂർത്തമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ അത്രയും ശക്തിയാർന്ന ഭഗവത് സാന്നിധ്യം ഭൂമിയിലുള്ള സമയങ്ങളാണ്. മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ച് നമ്മുടെ വിഷമതകൾ പറഞ്ഞ്, നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അനുഗ്രഹം മേടിക്കാനുള്ള ശുഭ സമയമാണിതൊക്കെ. എല്ലാവരും അതുകൊണ്ട് വിഷുക്കണി ദർശനത്തിന് ശേഷം നാമജപവും ഭഗവത് ചിന്തകളിൽ കുറച്ചു നേരം കണി ഒരുക്കിയ സ്ഥലത്ത് ചിലവഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വിഷുക്കണി അതിന്റെ പൂർണ്ണതയിൽ കണ്ടിരിക്കുമ്പോൾ അടുത്ത സംശയമാണ്, ഈ ഒരുക്കിയ കണി എപ്പോൾ എടുത്തു മാറ്റാം? തലേദിവസം വാങ്ങിവെച്ച പച്ചക്കറികളെല്ലാം കണിയുടെ മുൻപിലാണ്. ഇതൊന്ന് എടുത്തിട്ട് വേണമല്ലോ ഉച്ചയ്ക്ക് വിഷു സദ്യ റെഡിയാക്കാനായിട്ട് എന്ന ചിന്തയാവും എല്ലാവരുടെയും മനസ്സിൽ. ആചാര്യന്മാർ പറയുന്നതനുസരിച്ച് പാരമ്പര്യമായി പല തറവാടുകളിലും ചെയ്തു പോരുന്നതും സർവ്വ ഐശ്വര്യദായകവുമായ കാര്യം കണി വെച്ച് 3-ാം നാൾ കണി എടുക്കാൻ പാടുള്ളൂ എന്നതാണ്. ഇത് നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അമ്മമാര് ശ്രദ്ധിക്കുക. അല്ലാതെ വീട്ടിലെല്ലാവരും കണി കണ്ടുപോയി ഇനിയും ആ കണി ഒരുക്കിയ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് തന്നെ എല്ലാം എടുത്ത് മാറ്റിയേക്കാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. സർവ്വദോഷമാണ് ഫലം. ഇനി കണി സാധനങ്ങളെല്ലാം ഈ 3 ദിവസം അവിടെ വെക്കേണ്ടതായിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞു കണി ഒരുക്കി 3-ാം നാൾ മാത്രമേ ഒക്കെ മാറ്റാവൂ എന്ന് പറഞ്ഞു. എല്ലാ സാധനങ്ങളും അവിടെ വെക്കേണ്ടതായിട്ടുണ്ടോ? പച്ചക്കറികൾ, ഫലവർഗ്ഗങ്ങൾ ഇവയൊക്കെ നമുക്ക് എടുത്തു മാറ്റാവുന്നതാണ്, നമ്മുടെ കണി വെള്ളരി ഒഴിച്ച്. കണി വെള്ളരി എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞു, ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മുഖം എന്നാണ് സങ്കല്പം. കണിവെള്ളരി അവിടെ ഇരുന്നോട്ടെ, ഭഗവാന്റെ വിഗ്രഹം അവിടെ ഇരുന്നോട്ടെ, കൊന്ന പൂക്കളൊക്കെ അവിടെ ഇരുന്നോട്ടെ, ബാക്കി കണിയൊരുക്കിയ സാധനങ്ങളൊക്കെ ഇരുന്നോട്ടെ. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നമുക്ക് അന്നേ ദിവസം എടുത്തു മാറ്റാവുന്നതാണ്. ഇനി 3-ാം ദിവസം എന്ന് പറയുന്നത്, അതായത് വിഷു കഴിഞ്ഞുള്ള 3-ാം ദിവസം എന്ന് പറയുന്നത് ചൊവ്വയോ വെള്ളിയോ ആണെങ്കിൽ അന്നേ ദിവസം കണി അവിടുന്ന് മാറ്റാൻ പാടില്ല. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് പിറ്റേ ദിവസം ആകണം നമ്മൾ കണിയെടുത്ത് മാറ്റേണ്ടതായിട്ട്. ഇങ്ങനെ ചെയ്താൽ സർവ്വ ഐശ്വര്യമാണ് ഫലം. വരാനിരിക്കുന്ന ഒരു വർഷം എന്ന് പറയുന്നത് അത്രയും ഐശ്വര്യദായകമാകും. മനസ്സിൽ എന്താഗ്രഹിച്ചാലും ഭഗവാൻ കൈ നിറച്ചു തരും. ഈ ചിട്ടയോടുകൂടി നമ്മൾ കണി ഒരുക്കുന്നതും കണി കാണുന്നതും കണിക്ക് ശേഷം കണി അവിടുന്ന് എടുക്കേണ്ടതായ കാര്യങ്ങളെല്ലാം വളരെ ചിട്ടയോടുകൂടി ചെയ്താൽ വരും വർഷം അത്രയും ഐശ്വര്യദായകമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അമ്മമാരൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വീട്ടിലെ മുതിർന്ന സ്ത്രീ അമ്മമാരാണല്ലോ കണി ഒരുക്കുന്നതും ഈ കാര്യങ്ങളിലെല്ലാം മക്കളെ നയിക്കുന്നതും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അമ്മമാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മമാർ ഇത് നമ്മളുടെ കുടുംബത്തിന് ഐശ്വര്യത്തിനായി എല്ലാവരോടും ഈ ഒരു കാര്യങ്ങളൊക്കെ ചിട്ടയോടുകൂടി പാലിക്കാൻ പറയേണ്ടതാണ്. അങ്ങനെ സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ ഈ പൊന്നിൻ വിഷു അതിന്റെ എല്ലാ പവിത്രതയോടും കൂടി ആചരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിന് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.